നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രികയുടെ പ്രകാശനം നിർവഹിച്ചു. ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തും, 50% സ്ത്രീകൾക്കും ജോലി ഉറപ്പാക്കും തുടങ്ങി 60 പരിപാടികളാണ് LDF പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിയാസ് കെ മാറുണ്ട് വിവരങ്ങളുമായി. റിയാസ്, എന്തായാലും ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക കൂടി പുറത്തേക്ക് വരുമ്പോൾ 60 ഇന പരിപാടികളാണ് LDF മുന്നോട്ട് വെക്കുന്നത്. കൃത്യമായ ഭരണ തുടർച്ചയ്ക്ക് കൂടുതൽ മുൻതൂക്കം നൽകുന്ന തരത്തിലാണോ ഈ ഒരു പ്രകടന പത്രികയിൽ ഉണ്ടാകുന്ന പദ്ധതികളും ജനക്ഷേമ പ്രവർത്തനങ്ങളും, അതുപോലെ മറ്റെന്തെല്ലാം ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് LDF സർക്കാർ മുന്നോട്ട് വെക്കുന്നത്? സർവതല സ്പർശിയായിട്ടുള്ള പ്രകടന പത്രികയാണ് LDF പുറത്തിറക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പ്രകടന പത്രിക കോഴിക്കോട് CPM ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുറത്തിറക്കിയത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൽ കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളതാണ്. അത് 5 വർഷത്തിനകം ഇല്ലാതാക്കും എന്നൊരു വാഗ്ദാനമുണ്ട്. ഒപ്പം തന്നെ സ്ത്രീകളിൽ 50 പേർക്ക് ജോലി ഉറപ്പാക്കും എന്ന് LDF വ്യക്തമാക്കുന്നു. കൂടാതെ ക്ഷേമ പെൻഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്ഷേമ പെൻഷൻ നേരത്തെ UDF 3000 രൂപയാക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. LDFും അതേ വാഗ്ദാനം തന്നെയാണ് ഇക്കാര്യത്തിൽ നൽകുന്നത്. കൂടാതെ ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പുവരുത്തും, കിടപ്പ് രോഗികൾക്ക് സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തും തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കയർ, കൈത്തറി, കശുവണ്ടി പോലുള്ള പരമ്പരാഗത വ്യവസായങ്ങൾ നവീകരിക്കും എന്ന് വ്യക്തമാക്കുന്നു. കൂടാതെ വന്യമൃഗ ശല്യം പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനമുണ്ട്. വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ നിർത്തി സംരക്ഷിക്കുന്നതിനായി വെള്ളവും ഫലവൃക്ഷങ്ങളും എല്ലാം വനത്തിനകത്ത് ഉറപ്പുവരുത്തുമെന്ന് വ്യക്തമാക്കുന്നു. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന് അതിവേഗ റെയിൽപാത. അത് LDF സർക്കാരിന്റെ വലിയ ലക്ഷ്യമായിരുന്നു, പക്ഷെ അത് സാധ്യമായിരുന്നില്ല. അതിനുവേണ്ടിയുള്ള പരിശ്രമം വീണ്ടും തുടരും എന്നുകൂടിയാണ് വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ നടപ്പാക്കുമെന്ന് LDF വാഗ്ദാനം ചെയ്യുന്നുണ്ട്. KSRTC സംബന്ധിച്ചുള്ള ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് KSRTC പ്രവർത്തനം ലാഭത്തിലാക്കും എന്നുള്ളത് മാത്രമാണ്. ജലഗതാഗതം വ്യാപിപ്പിക്കും എന്നുകൂടി അറിയിക്കുന്നുണ്ട്. അതിൽ തന്നെ കൊച്ചി വാട്ടർ മെട്രോ, ആലപ്പുഴ, കൊല്ലം, കൊടുങ്ങല്ലൂർ തുടങ്ങിയ ഇടങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കും. കണ്ണൂർ വിമാനത്താവളത്തിന് ഇന്റർനാഷണൽ പോർട്ട് ഓഫ് കോൾ പദവി ഉറപ്പുവരുത്തും. ഒപ്പം തന്നെ കോഴിക്കോട് വിമാനത്താവള നവീകരണത്തിനായി കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുമെന്ന് പറയുന്നുണ്ട്. ലൈഫ് മിഷൻ 2.0 ആരംഭിക്കും, 2ാം ഘട്ടം ആരംഭിക്കും. അതിൽ തന്നെ കേരളത്തെ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ പാർപ്പിട സംസ്ഥാനമാക്കുന്ന തരത്തിലേക്ക് പദ്ധതി കൊണ്ടുപോകും. എല്ലാ വീടുകളിലും ശുദ്ധജലം ലഭ്യമാക്കും. മറ്റൊന്ന് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമാണ്. അത് തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കും. ക്രൈം മാപ്പിംഗ് അടക്കമുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കും. കൂടാതെ പരിവർത്തിത ക്രൈസ്തവർക്കും പട്ടികജാതിക്കാർക്കുമുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ തുല്യമായി അനുവദിക്കുന്ന തരത്തിലേക്ക് നടപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഒപ്പം സഹകരണ മേഖലയെ അഴിമതി രഹിതമാക്കി ശക്തിപ്പെടുത്തി കൂടുതൽ സഹകരണ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് വ്യക്തമാക്കുന്നു. ഇടുക്കി, വയനാട്, കാസർഗോഡ്, കുട്ടനാട് തീരദേശം തുടങ്ങിയവയ്ക്ക് പ്രത്യേക പാക്കേജുകളും LDF പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കുമെന്ന് പറയുന്ന LDF ദേവസ്വം ബോർഡ് പരിധിയിലില്ലാത്ത ക്ഷേത്ര ജീവനക്കാർക്ക് ക്ഷേമനിധിയും വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ആർത്തവാവധിയും അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സർവതല സ്പർശിയായിട്ടുള്ള ഒരു പ്രകടന പത്രികയാണ് LDF നേതൃത്വം പുറത്തിറക്കിയിരിക്കുന്നത്. ശരി, അതുതന്നെയാണ്. റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്.